ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാംസ്കാരിക ദേശീയതയെ ഉണർത്തിയ മന്ത്രമാണ് വന്ദേമാതരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്ത് മുമ്പും നിരവധി തവണ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം നടത്തിയിരുന്നതായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന മനുഷ്യാവകാശ ദിന പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇൻഡിഗോയുടെ ശൈത്യകാല വിമാന സർവീസുകൾ 10% കുറയ്ക്കാൻ DGCA നിർദ്ദേശം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ 70.91% പോളിംഗ്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സാംസ്കാരിക ദേശീയതയെ ഉണർത്തിയ മന്ത്രമാണ് വന്ദേമാതരമെന്നും സ്വാതന്ത്ര്യസമര കാലത്തെന്ന പോലെ ഇന്നും വന്ദേമാതരം പ്രസക്തമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യസഭയിൽ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ഗീതമായ വന്ദേമാതരം ത്യാഗത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും ദേശീയബോധത്തിന്റെയും പ്രതീകമായി മാറിയെന്നും ശ്രീ ഷാ പറഞ്ഞു. वंदे मातरम के प्रति समर्पण की जरूरत वंदे मातरम बना तब भी थी, आजादी के आंदोलन के वक्त भी थी, आज भी है और जब 2047 महान भारत की रचना होगी तब भी रहे, क्योंकि अमर कृति मां भारती के प्रति, भारत माता के प्रति समर्पण, भक्ति और कर्तव्य के भाव जागृत करने वाली कृति है. സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് വന്ദേമാതരത്തെ മുദ്രാവാക്യമായി മാറ്റിയതായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. वंदे मातरम गीत भारत के सार्वजनिक जीवन में तब प्रवेश करता है जब गुरुदेव रविंद्रनाथ टैगोर ने 1896 में कांग्रेस के कलकत्ता अधिवेशन में पहली बार गाया था. इस तरह वंदे मातरम को आजादी का नारा बनाने का काम कांग्रेस पार्टी ने किया. വന്ദേമാതരം രാജ്യത്തെ ഇന്നും ഏകീകരിക്കുന്നതായി മുൻ പ്രധാനമന്ത്രിയും JDS നേതാവുമായ HD ദേവഗൌഡ പറഞ്ഞു. രാജ്യത്ത് ഇതിനു മുൻപും നിരവധി തവണ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം നടത്തിയിരുന്നതായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സ്വാതന്ത്ര്യാനന്തരം എല്ലാവർക്കും തുല്യ വോട്ടവകാശം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം രാജ്യത്തിന്റെ വോട്ടിംഗ് ഘടനയെ പ്രശംസിച്ചു. ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ടുവച്ച തത്വങ്ങൾക്കനുസൃതമായാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതെന്നും ശ്രീ മേഘ്വാൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് സംസാരിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുടെ വിഷയം ഉന്നയിച്ചു. കോൺഗ്രസിന്റെ മനീഷ് തിവാരി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ എന്നിവരുൾപ്പെടെ നിരവധി അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്നും ലോക്സഭയിൽ നടക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പ് ഇന്നലെ സമാധാനപൂർണ്ണമായി അവസാനിച്ചു. ആകെ 70.91% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 74.57%. കുറവ് പത്തനംതിട്ടയിൽ 66.78%. 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണി വരെ നീണ്ടു. തിരുവനന്തപുരം ജില്ലയിൽ 67.47%, കൊല്ലം ജില്ലയിൽ 70.35% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിൽ 73.8%, കോട്ടയത്ത് 70.86%, ഇടുക്കിയിൽ 71.78% എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ പോളിംഗ്. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവം ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,000-ത്തിലധികം വാർഡുകളിലാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾക്ക് പുറമെ 39 നഗരസഭകളിലും 471 ഗ്രാമപഞ്ചായത്തുകളിലും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 7 ജില്ലാ പഞ്ചായത്തുകളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സഹകരിച്ച മുഴുവൻ സമ്മതിദായകർക്കും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നന്ദി അറിയിച്ചു. അതോടൊപ്പം വോട്ടെടുപ്പ് സുഗമമാക്കാൻ പ്രയത്നിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും കമ്മീഷൻ നന്ദി അറിയിച്ചു. രണ്ടാം ഘട്ടത്തിലും എല്ലാവരുടെയും സഹകരണം കമ്മീഷണർ അഭ്യർത്ഥിച്ചു. ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അമ്പലക്കടവ് വാർഡിലെ 1ാം പോളിംഗ് ബൂത്തായ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നാളെ റീപോളിംഗ് നടത്തും. വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം ഇന്നലെ വോട്ടെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിവസമായ നാളെ റീപോളിംഗ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ നാളെയാണ് വോട്ടെടുപ്പ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,408 വാർഡുകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. കേന്ദ്ര ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ മതിയായ സൌകര്യം ഒരുക്കാനും നിർദ്ദേശമുണ്ട്. ഈ മാസം 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് ഇന്നലെ വരെ 2,73,67,000 പരം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 98.26%. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മൈക്രോസോഫ്റ്റിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപത്തെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൈക്രോസോഫ്റ്റ് ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിക്ഷേപം നടത്തുന്ന ഇടമായി ഇന്ത്യ മാറുന്നതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മൈക്രോസോഫ്റ്റ് ചെയർമാനും സിഇഒയുമായ സത്യ നദല്ലയുടെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പ്രതികരിക്കുകയായിരുന്നു ശ്രീ മോദി. രാജ്യത്തെ AI മേഖലയിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി AIയുടെ ശക്തി നവീകരിക്കാൻ രാജ്യത്തെ യുവാക്കൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുമെന്നും പറഞ്ഞു. രാജ്യത്തെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി മൈക്രോസോഫ്റ്റ് $17 ബില്യൺ ഡോളറിലധികം നിക്ഷേപിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് സത്യ നദല്ല സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ലയുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. AIയിലേക്കുള്ള രാജ്യത്തിന്റെ കുതിപ്പിന് മൈക്രോസോഫ്റ്റുമായുള്ള പങ്കാളിത്തം ഗുണം ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. 1948 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. എല്ലാവർക്കും പൊതുസേവനങ്ങളും അന്തസ്സും, മനുഷ്യാവകാശം നമ്മുടെ ദൈനംദിന ആവശ്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ദിന പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇൻഡിഗോയുടെ ശൈത്യകാല വിമാന സർവീസുകൾ 10% കുറയ്ക്കാൻ നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. തുടർച്ചയായ തടസ്സങ്ങളും അംഗീകൃത ഷെഡ്യൂൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ എയർലൈനിന് കഴിയാത്തതും ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനം. ഈ വർഷം നവംബറിൽ ഇൻഡിഗോയ്ക്ക് 64,346 വിമാനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചെങ്കിലും 59,438 വിമാനങ്ങൾ മാത്രം സർവീസ് നടത്തുകയും 951 വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. പുതുക്കിയ ഷെഡ്യൂൾ വൈകുന്നേരം 5 മണിക്കുള്ളിൽ സമർപ്പിക്കാൻ DGCA ഇൻഡിഗോയോട് ആവശ്യപ്പെട്ടു. 5 മത്സരങ്ങളുള്ള ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഒഡീഷയിൽ നടന്ന മത്സരത്തിൽ 101 റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ചണ്ഡീഗഡിൽ നടക്കും. വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. FIH ഹോക്കി ജൂനിയർ വനിതാ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഉറുഗ്വേയെ പരാജയപ്പെടുത്തി ഇന്ത്യ. സാന്റിയാഗോയിൽ നടന്ന മത്സരത്തിൽ ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ച കളിയിൽ ഷൂട്ടൌട്ടിലൂടെ 1-3 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയം നേടിയത്. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ സ്പെയിനിനെ നേരിടും. ചെന്നൈയിൽ നടക്കുന്ന സ്ക്വാഷ് വേൾഡ് കപ്പ് പൂൾ ബി ഓപ്പൺ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച വിജയം. 4 പോയിന്റ് നേടിയാണ് സ്വിറ്റ്സർലാൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച ആദ്യ രാജ്യമായി ഓസ്ട്രേലിയ. നിരോധനം ലംഘിച്ചാൽ പുതിയ നിയമപ്രകാരം കമ്പനികൾക്ക് $32 മില്യൺ വരെ പിഴ ചുമത്തും. മാതാപിതാക്കളോ കുട്ടികളോ ശിക്ഷിക്കപ്പെടില്ല. ദോഷകരമായ ഉള്ളടക്കത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് നിരോധനത്തിന്റെ ലക്ഷ്യമെന്ന് സർക്കാർ വ്യക്തമാക്കി. പ്രധാന പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളുടെ മേധാവിമാരുമായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി അടുത്തിടെ നടപ്പിലാക്കിയ നിരക്ക് കുറയ്ക്കൽ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ പ്രാവർത്തികമാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. റിപ്പോ നിരക്കിൽ 25 അടിസ്ഥാന പോയിന്റുകളുടെ കുറവാണ് RBI വരുത്തിയിട്ടുള്ളത്. ഇതോടെ റിപ്പോ നിരക്ക് 5.5 നിന്നും 5.25% കുറഞ്ഞു. കഴിഞ്ഞ മാസം നടന്ന ഡൽഹി ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതിയെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള സ്വദേശിയായ ബിലാൽ നസീർ മല്ലയാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സാംസ്കാരിക ദേശീയതയെ ഉണർത്തിയ മന്ത്രമാണ് വന്ദേ മാതരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യത്ത് മുൻപും നിരവധി തവണ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയിരുന്നതായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന മനുഷ്യാവകാശ ദിന പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇൻഡിഗോയുടെ ശൈത്യകാല വിമാന സർവീസുകൾ 10% കുറയ്ക്കാൻ DGCA നിർദ്ദേശം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 70.91% പോളിംഗ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.